നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർ കാ, ചിരിച്ചേട്ടാൻ, മണിക്കുട്ട. നമസ്കാരം. എന്നാ പിന്നെ ഇന്ന് ഒരു ലോഡ് സ്കിറ്റുമായിട്ട് നമ്മുടെ പിള്ളേർ റെഡിയാണ്. എന്നാ പിന്നെ വിളിക്കട്ടെ? റെഡിയാണ്, വിളിക്കാം. നമ്മുടെ സൈചേട്ടനുണ്ട്, രാജ്പാലോടുണ്ട്, ദീപ്തി ഉണ്ട്, ഒരു നല്ല ഗൈഡ്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി. പൊട്ടി പൊട്ടി രാശേരം പൊട്ടി 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 രാശകരം പൊട്ടി 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 രാശേരം പൊട്ടി 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 രാശകരം പൊട്ടി പെട്ടി പെട്ടി സിംഗാര പെട്ടി 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 സിംഗാര പെട്ടി പെട്ടി തുറന്നപ്പോ രാശേരം പൊട്ടി പെട്ടി തുറന്നപ്പോ രാശകരം പൊട്ടി. നാണമില്ലാത്തവന്മാരെ 2 ദിവസം കൊണ്ട് ഇത് തന്നെ ഉമ്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാണം കെട്ടവന്മാർ. മുതലാളി, എന്നാലും വല്ലാത്ത തോൽവിയായി പോയി. ഇലക്ഷനെ കുറിച്ചാണോ എന്നെ കുറിച്ചാണോ നീ ഉദ്ദേശിച്ചത്? രണ്ടും. കുമാരാ, മുതലാളി, നമുക്ക് എന്താണ് പറ്റിയത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ തോറ്റത് കുമാര? 2 ദിവസം ഞാൻ ഉറക്കമളച്ചിരുന്ന് ആലോചിച്ചു. എന്നിട്ട് മുതലാളി തോക്കാൻ കാരണം എന്തെന്ന്. എന്നിട്ട് ഉത്തരം കിട്ടിയോ കുമാര? ഇന്ന് രാവിലെ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. എന്താ കുമാര ഉത്തരം? വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് മുതലാളി തോറ്റത്. എനിക്കത് അന്നേ കിട്ടി. 2 ദിവസം എടുത്തു ഈ മണ്ടൻ അത് കിട്ടാൻ. എടാ മണ്ട, നീ കാരണമാണ് ഞാൻ തോറ്റത്. ഞാൻ എന്ത് ചെയ്തു മുതലാളി? നീ എനിക്ക് വേണ്ടി പ്രചാരണം ചെയ്തില്ല കുമാര. മുതലാളി, എന്ത് അസംബന്ധമാണ് ഈ പുലമ്പുന്നത്? ഈ പോസ്റ്റർ കണ്ടില്ലേ? എല്ലാ മുക്കിലും മൂലയിലും ഞാൻ ഈ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചില്ലേ? ഈ പാസ്റ്ററിൽ ഒരു തെറ്റുണ്ട്. എന്താണ് ആ തെറ്റ്? അതിലെന്റെ ചിഹ്നമില്ല കുമാര. മുതലാളിയുടെ ചിഹ്നം എന്താണ്? തൊട്ടി. എന്തിനാണ് ഒരു പോസ്റ്ററിൽ 2 തൊട്ടിയുടെ ഫോട്ടോ? കുമാര, നീ എനിക്ക് വേണ്ടി തോട്ട് പിടിച്ചല്ല, നീ പ്രചാരണം നടത്തിയില്ല, അതുകൊണ്ടാണ് കുമാര ഞാൻ തോറ്റത്. മുതലാളി വീണ്ടും വീണ്ടും അസംബന്ധം പറയാതെ. ഞാൻ ഈ വാർഡിലെ ഓരോ വീടും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചില്ലേ? നീ എന്താണ് ചോദിച്ചത്? എല്ലാവരും ഈ തൊട്ടിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. കുമാര, പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം? ഇതാണ് കുഴപ്പം. ഞാൻ ജയിച്ചിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലൂടെ ഞാൻ റോഡ് വെട്ടിയേനെ. വോട്ടസ്ഥിതിക്ക് ഇനിയിപ്പോ എന്തു ചെയ്യും? വീട്ടിൽ നിന്ന് ചോറ് വെട്ടാം, അതാണ് ബെസ്റ്റ്. മുതലാളി, എന്റെ ചെറിയ ബുദ്ധിയിൽ ഒരു കാര്യം ഇപ്പോൾ തെളിയുന്നു. ചെറുതല്ലേ, ചോദിക്കും. ഒരു ആഭരണം നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ. മിണ്ടിപ്പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് ഞാനൊരു അപകടം നിർത്തിയായിരുന്നു. 15,000 ഉറുപ്പിക എണ്ണി കൊടുത്തിട്ട്. എന്നിട്ടെന്തായി? എന്നിട്ടെന്താ? അപരം ജയിച്ചു, ഞാൻ തോറ്റു. എന്നാൽ ആ കാശ് മുതലാളിക്ക് തിരികെ ചോദിച്ചുകൂടായിരുന്നു? ചോദിച്ചല്ലോ. ചോദിച്ചപ്പോ അപരം പറയുകയാണ്, അത് അപരനല്ലേ കൊടുത്തത്, അപരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാൻ. അവിടെയും ഞാൻ തോറ്റു കുമാർ. ഇങ്ങനെ തോൽവിയാവാതെ മുതലാളി. മുതലാളി, നമ്മുടെ എതിർ സ്ഥാനാർത്ഥി രാജൻ നമ്മുടെ പോസ്റ്റർ കീറിക്കളഞ്ഞു. മുതലാളി അത് അറിഞ്ഞോ? നീ എന്നിട്ട് ചോദിച്ചില്ലേ കുമാറ? എന്തിനാണ് കീറിയ പോസ്റ്റർ? പുതിയ പോസ്റ്റർ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ. മുതലാളി, എന്താണ് ഈ ചെയ്യുന്നത്? നിന്നോട് സംസാരിക്കുന്നതിനേക്കാളും മലന്ന് കടന്ന് തുപ്പുന്നതാണ് കുമാര നല്ലത്. മുതലാളി, നീ എന്നെ പറ്റിച്ചു, നീയും എന്നെ പറ്റിച്ചു. മുതലാളി, ഞാൻ എങ്ങനെ പറ്റിച്ചെന്നാണ് മുതലാളിയെ പറയുന്നത്? എന്താ ഒന്നുകൂടെ പറഞ്ഞ കേക്കട്ടെ, നല്ല സുഖമുണ്ട്. മുതലാളി, ഞാൻ എങ്ങനെ പറ്റിച്ചെന്നാണ് മുതലാളി പറയുന്നത്? 27 രൂപ 50 പൈസ എന്റെ നിന്ന് നാണമില്ലാതെ എണ്ണി മേടിച്ചില്ലേ നീ? എന്നിട്ട് നീ എനിക്ക് പാട്ടുണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്നിട്ട് നീ പാട്ടുണ്ടാക്കിയോ കുമാര? ഈ ഗ്രാമത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഞാൻ പോയി മുതലാളിക്ക് വേണ്ടി പാട്ടുപാടി. മുതലാളി അത് അറിഞ്ഞോ? നാണങ്കം കേട്ടില്ല. ഞാൻ പാടിത്തരാം. ഞാൻ കേക്കട്ടെ. ഈ പാട്ടുപാടി മുതലാളിക്ക് വേണ്ടി വോട്ട് പിടിച്ചു. ചിന്ന ചിന്ന തൊട്ടി, തൊട്ടിയാണ് ചിഹ്നം. രാജശേഖരൻ തൊട്ടി, തൊട്ടിയാണ് ചിഹ്നം. ചിഹ്നമാണ് തൊട്ടി, തൊട്ടിയാണ് രാജൻ, രാജനാണ് തൊട്ടി. രാജശേഖര തൊട്ടി. കുമാര, എന്താണ്? ഇങ്ങനെയാണോ പാട്ട് പാടേണ്ടത്? വേറെയുമുണ്ട്. വേറെയുമുണ്ടോ? കേട്ടോളി. ഓ, ആരാ രാജശേഖരൻ തൊട്ടി, ആരാ രാജശേഖരൻ തൊട്ടി. തൊട്ടിക്കോട്ടുണ്ടോ? കുമാര, ഞാനല്ല തൊട്ടി, നീയാണ് തൊട്ടി. എന്താ മുതലാളി പറയുന്നത്? എടാ, പാട്ടെന്ന് പറയുമ്പോ ഇങ്ങനെയാണോ ട്രെൻഡ് ഒക്കെ വേണ്ടേ? ട്രെൻഡ് പിടിച്ച് ഞാൻ ഒരു അടിപൊളി പാട്ട് ആദ്യമേ ഉണ്ടാക്കി. ആണോ? ഇത് കേട്ടു നോക്കി. പാട്ട്. ഏത് മൂട് തൊട്ടിയുടെ മൂട്, ഏത് തൊട്ടി രാജൻ തൊട്ടി, ഏത് രാജൻ തൊട്ടി രാജൻ, തൊട്ടി രാജൻ. മിണ്ടിപ്പോകരുത് തൊട്ടി. നീ കാരണമാണ് ഞാൻ തോട്ടത്, അറിയാമോ? മുതലാളി, എന്നെ ഇങ്ങനെ പരാജിതനാക്കരുത്. എന്റെ അച്ഛൻ ആരെന്നറിയാമോ? ആരാണ്? എന്റെ അച്ഛൻ ബാലൻ പുലിയായിരുന്നു. വാളംപുളിയായിരുന്നു കൊണ്ടാണ് നീ അടുത്ത് വരുമ്പോ ഒരു പുളിപ്പ്. ബാലൻ പുലി എന്നല്ല, പിന്നെ എന്റെ അച്ഛൻ ബാലചന്ദ്രൻ ഒരു പുലിയായിരുന്നു. പുറത്തു പറയാൻ പറ്റാത്ത കേസാണെങ്കിലും അവസാനം നീ അതങ്ങ് സമ്മതിച്ചല്ലോ.
മുതലാളി നമ്മൾ എന്തിനാണ് ഇപ്പോ ഈ ചന്ദ്രികയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? 300 കിലോ അരി എന്റെ വാങ്ങിച്ചിട്ട് ഇവളെനിക്ക് വോട്ട് തന്നില്ല കുമാര. അപ്പൊ പിന്നെ ചോദിക്കണ്ടേ, 60 വോട്ടിനാണ് ഞാൻ തോറ്റത്. എടി ചന്ദ്രിക, ആ, വിളിക്ക്. 300 കിലോ അരി വാങ്ങി തിന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇറങ്ങി വാടി. ആരടാ അവിടെ കിടന്ന് അട്ടഹസിക്കുന്നത്? വിടടാ. കയ്യിൽ ചൂലുമായി വന്നിരിക്കുന്നു. നിനക്കൊരു നിലവിളക്കുമായി വന്നുകൂടായിരുന്നു? ഈ ചൂല് കൊണ്ട് ഞാൻ നിലക്കൊരെണ്ണം തന്നാൽ നീ നന്നായി നിലവിളിക്കും. അമ്പമ്പോ, എന്തു നല്ല കാമഡി. ഇതിന് കൊടുക്കാൻ പോരെ അപ്ലാസ്. പള്ളിക്കൂടത്തിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് എന്തിനാണ് ഫസ്റ്റ് ക്ലാസ്? കണ്ടില്ലേ മുതലാളി അവളുടെ ഹുങ്ക്? ഞാനെങ്ങും കണ്ടില്ല. ഇനി അതും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കും. അവളുടെ അഹങ്കാരം കണ്ടില്ല എന്ന്. അഹങ്കാരിയാണ് അവൾ. എന്റെ 300 കിലോ അരി മേടിച്ചിട്ട് എനിക്ക് വോട്ട് തന്നില്ല കുമാര. മുതലാളി, ഇവൾക്ക് മുതലാളിയെ പറ്റി ശരിക്കും അറിയില്ല. പറഞ്ഞു കൊടുക്കു കുമാര. ഇത് രാജശേഖരൻ മുതലാളി. എനിക്കറിയാം. മുതലാളി, ഇവൾക്ക് മുതലാളിയെ അറിയാമെന്നാണ് പറയുന്നത്. ഓടാ മണ്ട ശിരോമണി, അതാണോ ഞാൻ പറഞ്ഞത്? എടാ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടു. ഈ മുതലാളിയെ നിനക്കറിയില്ല. ഈ മുതലാളിക്ക് എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? എന്താണ്? 2 സിനിമാ ടാക്കീസ്, 2 പെട്രോൾ പമ്പ്, 2 തടിമില്ല്, അതിനെ കുറിച്ച് പറ. 2 അച്ഛൻ. ഒരു പവറിന് വേണ്ടി പറഞ്ഞതാണ് മുതലാളി. പവറിനാണെങ്കിൽ 5 എണ്ണം ഇരിക്കട്ടെ. പവറല്ലേ, തന്തയില്ലാത്തവനെന്ന് ആരും പറയില്ലല്ലോ. കൊള്ളാം, അത് വേറൊരു വേണ്ട. മുതലാളിക്ക് നീ എന്താണ് വോട്ട് കൊടുക്കാത്തത്? ഞങ്ങൾ മുതലാളിക്ക് വോട്ട് കൊടുത്തു. ഞങ്ങളാരെയും സതിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ മുതലാളിക്ക് ഹ്യൂമർ സെൻസ് ഇല്ല. മുതലാളി, ചന്ദ്രിക പറയുന്നത് മുതലാളിക്ക് ഹ്യൂമർ സെൻസ് ഇല്ലെന്നാണ്. പച്ചക്കള്ളമാണ് കുമാര, പച്ചക്കള്ളം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അടുത്ത വർഷം ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഈ തൊട്ടി ചിഹ്നത്തിൽ നിന്ന് ജയിച്ചിരിക്കും കുമാര, ജയിച്ചിരിക്കും. ആര് പറഞ്ഞാടി എന്റെ മുതലാളിക്ക് ഹ്യൂമർ സെൻസ് ഇല്ലെന്ന്? ഇതിൽ പറ ഒരു കാമഡി ഇനി വേറെ ആര് പറയാനാണ്? കുമാര, ഇവളെ എന്റെ 300 കിലോ അരി മേടിച്ചിട്ടെന്നെ പറ്റിച്ചു, അത് ചോദിക്കും. എവിടെയാടി ആ 300 കിലോ അരി കൊണ്ടുപോയി മുക്കിയത്? ഈ നിൽക്കുന്ന മുതലാളി എന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ എന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി ചോദിച്ചത് എന്താണെന്ന് ചോദിക്കിൻ. അതിനുശേഷം ഞാൻ പറയാം ആ 300 കിലോ അരി ഞാൻ എന്ത് ചെയ്തെന്ന്. എന്താണ് മുതലാളി? അതാണോ കാര്യം? ഞാൻ പറഞ്ഞുതരാം കുമാര, ഇങ്ങ് വന്നേ. അതായത് ഇവളെ ഭർത്താവ് സദാശിവൻ, സദാശിവന്റെ അതേ കണ്ണ്, സദാശിവന്റെ അതേ മൂക്ക്, സദാശിവന്റെ അതേ കന്തം ചന്തം. അതാ അത് നേരത്തെ ചോദിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറയട്ടോ കുമാര. അങ്ങനെ പറഞ്ഞത് എന്താ തെറ്റ്? ഇവളെ കയ്യിരുന്ന കുച്ച് ഇവളെ ഭർത്താവിനെ പോലെ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ കുമാര തെറ്റ്? എടി ചന്ദ്രിക, ഈ മുതലാളി പറഞ്ഞതിൽ എന്താടി തെറ്റി? സദാശിവൻ നിന്റെ ഭർത്താവല്ലേ? സദാശിവേട്ടൻ എന്റെ ഭർത്താവാണ്. പക്ഷെ എന്റെ കയ്യിലിരുന്ന കുഞ്ഞ് അടുത്ത വീട്ടിലെ രാജമ്മയുടേതായിരുന്നു. കുമാര, സദാശിവൻ സദാസമയവും അപ്പുറത്തെ വീട്ടിലായിരുന്നു. ഞാനെന്ത് ചെയ്യാനാണ് കുമാര? അതെന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞു. ഭഗവാനെ, എന്റെ സങ്കടം കേൾക്കാൻ ഇവിടെ ആരുമില്ലേ? സദാശിവേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെ ഈ വീട്ടിൽ വിളക്കണഞ്ഞു കുമാരേട്ടോ. അതെന്താ, ഇവിടത്തെ മണ്ണെണ്ണയും എടുത്തുകൊണ്ടാണ് അവൻ പോയത്. കുമാര, ഇവിടെ ഇരിക്കട്ടെ. ഒരു ആൺതുണയില്ലാതെ ഈ വീട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കുമാരേട്ടോ? മുതലാളി, മുതലാളിയുടെ വീട്ടിന്റെ മുകളിൽ ഇരിക്കുന്നത് എടുത്തുകൊണ്ട് ഇവൾക്ക് കൊടുത്താലോ? എന്താണത്? ആന്റിന. എന്തിന്? ഇവൾക്ക് ആന്റിന ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എടാ മണ്ടം ഗുണപ്പി, അവള് പറഞ്ഞത് ആന്റിന എന്നല്ല, പിന്നെന്താണ്? ആൺതുണ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ്. നീ ഒരു തോൽവിയായി പോയല്ലോ ഈശ്വര. മാറ്റി ഉടുക്കാൻ ഒരു നിക്കർ പോലും ഇല്ലാതെ നിൽക്കുന്ന എന്റെ ചെറുക്കനെ മുതലാളി ചെന്നൊന്ന് നോക്കി. എന്നെ തുണിയില്ലാതെ നിൽക്കുന്ന ചെറുക്കനെ ഞാൻ ജോലി നോക്കിയിട്ട് എന്തെടുക്കാനാണ്? കുമാര, ഇവള് വീണ്ടും വീണ്ടും നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. എന്റെ 300 കിലോ അരി മേടിച്ചിട്ട് എനിക്ക് വോട്ട് തന്നില്ല. എന്താടി നീ മുതലാളിക്ക് വോട്ട് കൊടുക്കാത്തത്? പറയടി. മുതലാളി, നിങ്ങൾ തന്ന 300 കിലോ അരിയും ഇവിടെയുള്ള 60 കുടുംബങ്ങൾക്ക് 5 കിലോ വെച്ച് ഞാൻ വീതിച്ചു കൊടുത്തു. അവർ നിങ്ങൾക്ക് വോട്ടും ചെയ്തു. എന്നിട്ട് നീ എതിർ സ്ഥാനാർത്ഥി രാജൻ വോട്ട് രാജൻ എന്റെ ബെസ്റ്റിയാണ് കുമാരേട്ടാ. അപ്പൊ രാജൻ ബെസ്റ്റും എന്റെ മുതലാളി നിനക്ക് വേസ്റ്റും. എങ്ങനെ? അല്ല, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? ചോദിക്കു കുമാര. രാജേട്ടൻ എന്റെ ബെസ്റ്റിയാണ്. ഞാൻ ബെസ്റ്റിക്ക് വോട്ട് കൊടുത്തില്ല. നീ രാജന് വെട്ടിക്കോട്ട് കൊടുക്കോ മണിയന് അടിപ്പാവാട കൊടുക്കോ അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ എന്തുകൊണ്ട് എന്റെ മുതലാളിക്ക് വോട്ട് കൊടുത്തില്ല അത് പറയും. കുമാര, ചോദിക്ക്. എന്റെ 300 കിലോ അരിയുടെ കാര്യം എവിടെയാണ് 300 കിലോ അരി? 300 കിലോ അരി ഞങ്ങൾ 60 കുടുംബങ്ങൾക്കും കൊടുത്തു. പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. നിക്ക്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കുമാര?
നമ്മൾ ഇവളോട് ചെയ്തത് അല്പം ക്രൂരമായി പോയോ എന്നൊരു ചെറിയ സംശയം. അല്പമല്ല, ഭയങ്കര ക്രൂരതയായി പോയി. തന്നെ എന്താണ് നിന്റെ ബുദ്ധിമുട്ട്? അതാദ്യം പറയൂ. ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമമുണ്ട് മുതലാളി. തനിച്ച് താമസിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിനെ നല്ലൊരു കോരിച്ചൊരിയുന്ന മഴ വന്നാൽ പേടിയാവില്ലേ? ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. നല്ലൊരു ഇടിവെട്ടിയാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ആരാണുള്ളത്? മുതലാളി, ഇക്കുറി മഴ നേരത്തെ ഉണ്ടെന്ന് തോന്നുന്നു. ആഹാ, ഒരു ചെറിയ ഇടിക്കുള്ള സ്കോപ്പുണ്ട്. ആ, കുമാരേട്ടാ. കുമാരാ, എന്താ മുതലാളി? നമുക്കിതിനൊരു പരിഹാരം കാണണം. എന്താണ്? ചന്ദ്രികയോട് ചെയ്ത ക്രൂരതയ്ക്ക് നമുക്ക് പരിഹാരം കാണണം. ചന്ദ്രിക, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി എന്നോട് പറയണം. എന്തിനും ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ഓക്കേ? കുമാരാ, എന്താണ്? ഇനി കുറച്ചു സമയം നീ അവളെ സമാധാനിപ്പിക്ക്. ഇടി വരുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കൊള്ളാം. എനിക്കറിയാം, അവസാനം കറങ്ങിത്തിരിഞ്ഞ് നീ എൻ്റെ അടുത്ത് എന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മുതലാളിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേരത്തെ എന്നോട് പറയാമായിരുന്നു. വീണടാ തണ്ടി, നീ ആയിരുന്നോ കുമാര? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ സതിക്കുകയായിരുന്നു. ഇപ്പോഴും സതിച്ചു. ഇത് ഞാൻ പൊറുക്കത്തില്ല. മുതലാളി, നിർത്തൻ ഈ അസംബന്ധം പറച്ചിൽ. നിങ്ങൾക്കുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. ഞാനത് എടുത്തിട്ട് വരാം. തെളിവോ? ആ. വോട്ട് ചെയ്തതിന് എന്ത് കുമാര തെളിവ്? ഇവളെന്താ നമ്മളെ വീണ്ടും വീണ്ടും സതിക്കാൻ നോക്കുകയാണല്ലേ? മുതലാളി, അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണല്ലേ? അതുകൊണ്ട് അവൾക്ക് കാണിക്കാനുള്ള തെളിവ് അവൾ കാണിക്കട്ടെ. പിന്നെ കാണിക്കട്ടെ. അല്ല പിന്നെ മുതലാളി, രാജശേഖരൻ മുതലാളി, ഇതാ ഇത് നോക്കൂ. ഇതാണ് നിങ്ങൾക്കുള്ള തെളിവ്. എന്താ മുതലാളി ഇത്? ബാലറ്റ് പേപ്പർ. ഇതെങ്ങനെയാണ് ചന്ദ്രികയുടെ കയ്യിൽ വന്നത്? വേറൊന്നുമല്ല മുതലാളി, നിങ്ങൾ എന്നെ അവിശ്വസിക്കുമെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് ഇവിടെയുള്ള 60 കുടുംബങ്ങളും ചെയ്ത വോട്ട് ഞാൻ ആ ബാലറ്റ് പേപ്പർ വാങ്ങി എന്റെ കയ്യിൽ വെച്ചു. നിങ്ങൾ ചോദിച്ചാൽ തരാനുള്ള തെളിവായിട്ട്. കുമാര, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഞാൻ തോറ്റതല്ല, പിന്നെ തോൽപ്പിച്ചതാണ്. സ്കിറ്റ് നല്ല രസമായിരുന്നു. കൊടുക്കുക ഒരു അപ്ലോസ്. നസീർക്ക, നല്ല സ്കിറ്റ് ആകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല പറഞ്ഞത്. നല്ലപോലെ ഇത് കളിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു. ഒന്ന്, നിങ്ങളിതിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് കളിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പഴയ കാലഘട്ടമാണോ അതോ ഇപ്പോഴത്തെ കാലഘട്ടമാണോ? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ആ പാട്ട് വരെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഏത് മൂഡെന്നൊക്കെയുള്ള പാട്ട് വരെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എന്താ ഈ കാലഘട്ടത്തിൽ കളിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ അടുത്ത് വരികയല്ലേ, ഇപ്പോഴെടുത്തിട്ടാൽ മതിയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു വേവലാതിയായിട്ട് പറഞ്ഞ് ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു, അടിപൊളിയായിട്ട് പോയതിനത്. ഇതിൽ കുറച്ച് എന്താണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അതെന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ തന്നെ അത് ആസ്വദിച്ചതാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പറയുന്നില്ല. നല്ല രീതിയിൽ കളിച്ചെടുക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്കിറ്റായിരുന്നു ഇത്. മോശം എന്നല്ല പറഞ്ഞത്, പക്ഷെ ചിരിക്കാനുള്ള ഏരിയകളും ഉണ്ട്. ഒരുപാട് ഏരിയകളുണ്ട് അതിൻ്റെ അകത്ത്. ഇഷ്ടംപോലെ ഏരിയകളും ഒരുപാട് കാരണങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ ക്ലൈമാക്സ് നന്നായി. ആ ഇലക്ഷൻ സഞ്ചിക്കാത്തിട്ടത് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഒരു കുറവായിട്ട് കാണുന്നുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ബാക്കി ഇവർ പറയും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ. കുമാര, രാജശേഖര, എന്താണ് ഞാൻ പറയേണ്ടത്? കുമാരൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്ന് ഓരോരുത്തരോരോ ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള സംസാരം ഭയങ്കര ഇഷ്ടം. അത് പുള്ളിക്ക് ഒരുമാതിരിപ്പെട്ട പഴയ സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടി. ഞാനും പഴയത് ഇഷ്ടപ്പെടുന്ന കാര്യം ഇതെന്ന് വെച്ചേ, ഇത് ചേർന്നത് നിങ്ങൾക്ക് ശരിക്കും നോക്ക്. ഒന്ന് വെക്ക്. ഏതോ രാജ്യത്തെ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റൂമിൽ ഇനി അത് വെച്ചെന്തിന്. ഏതാണ് ആ നശിച്ച രാജ്യം? US ആണ് പറയരുത്. ഞാനിപ്പോ പോയിട്ട് 100 വർഷം പഴക്കമുണ്ട്. മുത്തച്ഛന്റെ ഒക്കെ കണ്ണാടിയാണ്. ഞാനത് കളറാക്കിയതാ, വെള്ളെഴുത്തിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടവും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രായം ഉണ്ടായിട്ടല്ല കേട്ടത്. പിന്നെ തലമുറയായി എനിക്ക് തോന്നുന്നു ദീപ്തി ഇങ്ങനെ സംസാരിക്കണം നല്ലത്. എന്താന്ന് പറഞ്ഞാൽ മറ്റേ സംസാരില്ലേ, അയ്യോ ഞങ്ങ ചെയ്തപ്പിണ്ടല്ലോ, അതാണ്. അല്ല, അതിലും നല്ലത് ഇതാണ്. രാജേഷ് പാലോട് നീ എന്താ ഈ ട്രെയിൻ ഓടിക്കണ ഗതിയെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ന് പറഞ്ഞാൽ സംഭവം ഭയങ്കര കുറെ പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇത് വലിച്ച അവിടം വരെ എത്തിക്കാൻ വലിയ പണിയാണ്. മാനറിസ് രസമുണ്ടായിട്ട് എനിക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കി രതീഷ് ഏട്ടന്റെ പോലെ വന്നിട്ടുണ്ട്. രതീഷ്, നടൻ രതീഷില്ലേ, അതുപോലെ വന്നിട്ട്. അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായി. മണിക്കൂട്ടാ,
ആ അത്യുഗ്രൻ സ്കിറ്റ്, അത്യുഗ്രൻ പെർഫോമൻസ്. ഇത് കളിച്ചെടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ സ്ലാങ് പിടിക്കുക, ഈ ഒരു ഡയലോഗ് ഡെലിവറി പിടിക്കുക. നമ്മൾ പണ്ടത്തെ കാലത്തും ഈ പറഞ്ഞ പോലെ കൈക്കൂലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓട്ട് ചെയ്യണേന്. 300 കിലോ അല്ലെ 300 കിലോ അരിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ്. പിന്നെ രാജേഷ് ഭായ് ഇത് വിഗല്ലേ? ഫസ്റ്റ് ടൈമാണ് ഡയലോഗ് ഡെലിവറി കേട്ടിട്ട് ഒരു വിഗിന് രോമാഞ്ചം വരുന്നത് ഞാൻ കാണാം. കാരണം ചേട്ടാ ഡയലോഗ് പറയാൻ കുലുങ്ങുമ്പോ വിഗ് ഇങ്ങനെ എഴുന്നേറ്റ് മേടിച്ചോ, ഇനി ഇങ്ങനെ ഡയലോഗ് എങ്ങാനും തെറ്റിക്കോ? ഒരു പ്രാവശ്യം ഡയലോഗ് നിന്ന് മാറുമ്പോ കുറച്ചുകൂടെ ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ആ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പോഴാണ് മുടി ഇങ്ങനെ കിടന്ന്. എന്തായാലും രസമുണ്ടായിരുന്നു ആ ക്യാരക്ടർ പിടിച്ചതും. പിന്നെ ഈ സ്ലാങ് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എവിടെയോ ഡയലോഗ് മാറിയിട്ട് അത് വേറെ ജിബ്രിഷ് ഭാഷയൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, എന്തായാലും ഗംഭീരമായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. എത്രയാണത്? 13. ആ 13K. 13K. 13,000 രൂപ. നല്ലതാണത്. 3000 രൂപ. അടുത്ത ഞാനാണ് ഒരു 12K. 25,000K. ഞാൻ ഒളിപ്പിച്ച് വെച്ച എന്റെ നിങ്ങൾക്ക് തരികയാണ്. ഇതാ പിടിച്ചോ. ഹൈ ടോട്ടൽ 55,000. അപ്പോ അടുത്ത സ്കിറ്റിൽ കാണാം. ഉറപ്പല്ല. ഓക്കെ. എടാ ഈ കാലഘട്ടത്തിൽ 55,000 രൂപ എന്ന് പറഞ്ഞ കോടികൾ വില മതിക്കും. അന്ന് നല്ല പൈസ കേട്ടോ. ഇത് അന്നത്തേൽ വെച്ചിട്ട് കണക്ക് കൂട്ടിയാണ്. അത് വെച്ചിട്ടാണ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ റെഡിയല്ലേ? സ്കിറ്റ് ടീം വിളിക്കട്ടെ. ശ്രീജു, കൊച്ചുപ്രതിവേട്ടൻ, സൂര്യശ്രീ. ഒരു നല്ല കൈയടി. ഉലരിയിലൊരു പൂന്തെന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം. എന്റെ ദൈവമേ, ഇന്ന് മലയാള മാസം 1-ാം തീയതി ആയിട്ട് ഇവിടെ 1-ാം തീയതി കയറുന്ന ചെറുക്കൻ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. നമ്മുടെ സുമതി ചേച്ചിയുടെ മോൻ കണ്ണനാ ഇവിടെ 1-ാം തീയതി കയറുന്നേ. ഉള്ള കാര്യം പറയാലോ, ആ ചെറുക്കൻ വന്ന് ഇവിടെ 1-ാം തീയതി കയറിയതിന് ശേഷം ഇവിടെ വെച്ചടി കയറ്റവാ. ഇത് വെറും പാലല്ല, 2 സ്പൂൺ ഹോർലിക്സ് ഇട്ട് കലക്കിയ നല്ല അടിപൊളി പാല അവന് കൊടുക്കാനാ. അറിയാവോ? നീ അമറണ്ട, നിനക്കുള്ളത് ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യനാകെ 2 കയ്യേ ഉള്ളേ. ഒരു കുടുംബിനിയായ ഞാൻ എങ്ങോട്ടൊക്കെ ഒന്ന് ഓടുമെന്ന് പറയുന്നു. ചേച്ചി, ഓ ചേച്ചി. കണ്ണനാണോടാ? കണ്ണനാണ്. അവിടോട്ട് ഇരിക്കും, ഞാൻ ദാ വരുന്നേ. ഓ. നിനക്ക് കുടിക്കാനുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് കുടിക്ക്. എനിക്കാ? നിനക്കാടാ, എടുത്ത് കുടിയടാ. ഇത് എവിടെ? ഏത്? ആ മേശയിലോട്ട് നോക്കി ചേർക്കാ നീ ഒന്ന്. സംഭവം നമ്മൾ പല വീട്ടിൽ 1-ാം തീയതി ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ചിലയിടത്തുനിന്ന് കട്ടൻ ചായ, ചിലയിടത്തുനിന്ന് ചായ, ചിലയിടത്തുനിന്ന് ഹോർലിക്സ്, ഓട്സ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കൊള്ളാം സംഭവം. വെണ്ണ കട്ട് തിന്നുന്ന കണ്ണനെ കണ്ടിട്ടുണ്ട്, പിണ്ണാക്ക് വാരി തിന്നുന്ന കണ്ണനെ കണ്ടിട്ടുണ്ടോ? എന്തുവാടാ ചെറുക്ക ഈ കാണിക്കുന്നേ? പിന്നെ എന്തുവാ ഇത്? പശുവിന് കൊടുക്കാൻ വെച്ച സാധനം ഇല്ലയോ ഇത്? ഇവിടെ ഇരിക്കുന്നിടത്ത് കുടിക്കാൻ പറഞ്ഞു. ഇത് എന്തുവാടാ നിന്റെ കണ്ണിനകത്ത്? എന്തുവാടാ നിനക്ക് കാണുന്നില്ല? ഒരു ഗ്ലാസ് പാൽ അവിടെ ഇരിക്കുന്ന നിനക്ക് കാണാൻ വയ്യായോ? സംഭവം ടേസ്റ്റ് ആണ് കേട്ടോ. എടുത്തുകൂടി ഇറക്കാത്, എടുത്തുകൂടി. ഞാൻ അങ്ങ് രാവിലെ തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, 1-ാം തീയതി ആയിട്ട് നീ വേറെ അങ്ങോട്ട് പോവല്ലേന്ന്. അതെങ്ങനെ പോകും ചേച്ചി? ചേച്ചിനെ നേരിട്ട് ബുക്ക് ചെയ്തല്ലേ? ഏജൻസി വഴിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മാറിപ്പോയാ. നിനക്കിതിന് ഏജൻസി ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചി നേരെ എന്റെ വീട്ടിലോട്ട് വരൂലേ? അവിടെ ആരാ ഉള്ളത്? നിന്റെ അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് ചേച്ചി പറയും അവനെ അങ്ങ് 1-ാം തീയതിക്ക് വിടണേന്ന്. ആ കൊട്ടേഷൻ ആർക്കാ പോകുന്നത്? അച്ഛന്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ചോദിക്കും 1-ാം തീയതി എന്റെ കമ്മീഷൻ 50-50 വർക്ക് എടുത്ത ഞാനാണെന്ന് പറയും. അത് അച്ഛന് പോകും. അതുകൊണ്ടാണ് പറഞ്ഞ ഏജൻസി മുഖാന്തരമല്ല എന്നെ നേരിട്ട് വിളിച്ചത്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ നിന്റെ അമ്മൂമ്മയോട് പറയാം. മതി, അമ്മൂമ്മയ്ക്ക് ആകുമ്പോൾ ചെലവില്ല, 2 പേർ ബീഡി തീരും. പിന്നെ അമ്മയ്ക്ക് 2 പേർ ബീഡി കൊടുത്തത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഈ നാട് നീളം ഇങ്ങനെ 1-ാം തീയതി കയറാൻ നടക്കുന്ന നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? ചേച്ചി ഉണ്ടോന്നാ? തങ്കമണി മാമി, ലതമാമി, മഞ്ജു മാമി ഇവരെയൊക്കെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ എത്ര രൂപ തരുമെന്ന് അറിയുമ്പോ തങ്കമണി മാമി അർപ്പിക്കുക പോട്ടെ. ഈ ലതമാമി ഉണ്ടല്ലോ 100 രൂപ കാശ് തന്നിട്ടേ പോകും. എന്തോ കാര്യത്തിനാടാ? എടാ ഈ സുജാത ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാ 1001 രൂപയും 2 സ്പൂൺ ഹോർലിക്സ് ഇട്ട പാലുമാണോ നിനക്ക് കിട്ടുന്നേ? ചേച്ചി 2 സ്പൂൺ ഹോർലിക്സ് എനിക്ക് തരുമ്പോ 3 സ്പൂൺ ഐശ്വര്യ ഞാൻ വിട്ടിട്ട് പോകുന്നത്. ഈ പോകുന്ന വീട്ടിലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദേ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഫുൾ എടുത്ത് വെക്കൂല.
പുള്ളെടുത്ത് വെച്ച് ഐശ്വര്യം മൊത്തം അവിടെ പോകും. ഇവിടെ വരുമ്പോഴല്ലേ ഞാൻ പുള്ളിരിക്കുന്നത്, അപ്പോഴല്ലേ ഇവിടെ ഐശ്വര്യം കയറുള്ളൂ. അല്ലെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കുന്ന ഹോർലിക്സിന് നന്ദി കാണിക്കണം. കണ്ടോ? അതാണ്, അത് വേണം. നിന്റെ ആ ഒരൊറ്റ ഐശ്വര്യം കൊണ്ടാടാ എന്റെ ചേട്ടനൊന്ന് ഗൾഫിൽ പോയത്. അതൊക്കെ പോട്ട് ഞാൻ എന്റെ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി വിസ അടിക്കാൻ. എനിക്ക് വേണ്ടി ചേട്ടൻ എന്തിനാ വിഷം അടിക്കുന്നത്? വിഷം അടിക്കാനല്ലേ പറഞ്ഞത്? നിനക്ക് വേണ്ടി വിസ അടിക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞു? എനിക്ക് വിസ ഒന്നും വേണ്ട. ഞാൻ ഈ 1-ാം മാസം ഈ വീടാന്തരൊക്കെ കയറി ഇറങ്ങി കിട്ടുന്ന ചില്ലറൊക്കെ വാങ്ങിച്ച് നമുക്ക് ബാക്കിയുള്ള രക്ഷ. എടാ കണ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ചേട്ടൻ ഗൾഫിൽ പോകാനുള്ള കാരണവും ഐശ്വര്യം നീയാണേ. അത് ഞാൻ തന്നെ ആണല്ലോ. എന്റെ ചേട്ടൻ 3 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പം നിനക്ക് എന്തോ സാധനം വേണമെന്ന് പറ, ഞാൻ പറയാം. നമുക്കൊന്നും വേണ്ട, നമുക്ക് നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം. നമ്മൾ 1-ാം തീയതി നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം, അത്രേ ഉള്ളൂ. എന്നാ പറച്ചിലാടാ പറയുന്നേ? നിനക്ക് എന്തോ വേണമെന്ന് പറ, ഞാൻ വിളിച്ച് പറയാം. ഒന്നും വേണ്ട, ചുമ്മാ ആവശ്യമില്ല. പറയടാ അങ്ങോട്ട്. അത്ര ഇതാണെങ്കിൽ ഒരു വാച്ച് കൊണ്ടുവരാൻ പറ. വാച്ച്? എടാ, ഇത്രയും നല്ലൊരു ഐശ്വര്യം ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഞങ്ങൾക്ക് നിനക്ക് വെറും ഒരു വാച്ചോ? പിന്നെ ഒരു സ്പ്രേ കൊണ്ടുവരാൻ പറ. ഇത്രയും വീട്ടിലൊക്കെ പോണില്ലേ? പേരാ പാരാ ഇവിടെ നടന്ന എന്റെ കെട്ടിയോനെ ഒരു ഗൾഫുകാരനാക്കിയത് ആരാ? ഇവനാണോ? നിനക്ക് വെറും ഒരു സ്പ്രേ മതിയോടോ നിനക്ക്? പിന്നെ എന്തെങ്കിലും ഇട്ടോളൂ. ഞാൻ പറയും, നിനക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാധനം ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ പറയും. ടൈഗർ ബം. എടാ, അതാവുമ്പോ നിനക്ക് വയസ്സുകാലത്ത് വരെ ഉപയോഗിക്കണം. എന്തോ ഒരു പ്രയോജനമുള്ള സാധനം. പിന്നെ ഒരു ഗൾഫുകാരന്മാരും കൊണ്ടുവരുന്ന സാധനമാണല്ലോ. അതൊക്കെ പോട്ട്. ചേട്ടന് ഗൾഫിൽ എന്തോ പരിപാടി? അറബിയുടെ അണ്ടറിൽ നല്ല 1-ാം തരം ഒരു ജോലിയാ. 3 കൊല്ലം കഴിഞ്ഞിട്ടേ എന്റെ ചേട്ടൻ വരത്തുള്ളൂ. സത്യം. എന്റെ ദൈവമേ, 3 കൊല്ലം 3 നിമിഷം പോലെ പോയോ? എന്റെ 1-ാം തീയതി ഐശ്വര്യമായിരിക്കും അല്ലേ ചേച്ചി? എടാ, എന്റെ ചേട്ടനെ പോലില്ലയോടാ? എന്റെ ചേട്ടനെ പോലെയല്ലടി, എന്റെ ചേട്ടൻ തന്നെ. അയ്യോ, എനിക്ക് ഷോക്കായേ. എന്റെ ദൈവമേ, എനിക്ക് ഷോക്ക് അടിച്ചോ? പള്ളിവാസലിൽ നിന്ന് നേരിട്ട് കറണ്ട് അടിച്ച മാതിരിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എടി, കുടുംബക്കാരായ ഉത്തരവാദിത്തം വേണം. എയർപോർട്ടിൽ കൊണ്ടുപോയി തള്ളിയെ പോരാ, തിരിച്ചു വിളിച്ചു കൊണ്ടാണ് വേണം ഉത്തരവാദിത്തം. അത് 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ തിരിച്ചു വിളിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും, അറിയാമോ? എന്റെ ദൈവമേ, ഞങ്ങളെ തെക്കേടത്തെ ജോത്സ്യം പറഞ്ഞതാ ഇങ്ങാര് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വെച്ചടി കയറ്റമാന്ന് പറഞ്ഞതാ എന്നോട്. ആ ജോത്സ്യം പറഞ്ഞത് അച്ചട്ട. വച്ചടി ചാട്ടവാർന്ന് കേട്ട ഈന്തപ്പനയുടെ മേളില്. അയ്യോ, എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഇങ്ങ് വന്നല്ലോ. കേടുപാട് കൂടാതെ വരാൻ ഞാൻ എന്നെ വാറന്റി കാർഡുള്ള ഇൻഡക്ഷൻ കുക്കറാ. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് റിട്ടേൺ എങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു മിടുക്കുകൊണ്ടല്ല നിങ്ങൾ ഗൾഫിൽ പോയത്. ആ കണ്ണൻ ചെറുക്കൻ ഈ വീട്ടിൽ വന്ന് 1-ാം തീയതി കയറി ഒരു ഐശ്വര്യം കൊണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ പറ്റിയ. അത് വിട് ചേച്ചി, അത് വിട്. നിങ്ങളിപ്പോ ചേട്ടൻ വന്നില്ലേ, സംസാരിച്ചിരിക്കും. പിന്നെ മറ്റേ 1000 രൂപ ഞാൻ അങ്ങ് പോയാൻ എന്റെ ഇരിക്കുന്നതിന്റെ പൈസ. കണ്ണാ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിരിക്കരുത്. അതൊരു മദ്യത്തിന്റെ പേരല്ലയോ? അത് ബെക്കാടി. ഈ കാടി ആർക്കാടി? അതല്ലെന്ന്, ഈ കാടി ആർക്കാടി? എന്തോടാ ഈ പറയുന്നത്? എനിക്കറിഞ്ഞൂടെ എന്തോണാ ഈ കാടി പശുവിനാടി. നീ എന്നെ ആക്കാതടി, അതല്ല ചോദിച്ചേ. ഇതാർക്കടി? അത് 1-ാം തീയതി കയറാൻ വന്ന ചെറുക്കന് കുടിക്കാൻ കൊടുത്ത പാലാ അത്. പിന്നെ പാല് കൊടുക്കാൻ അവന്റെ ആദ്യ രാത്രി അല്ലേ ഇവിടെ, അവന്റെ 1-ാം തീയതി. ഇവര് പൂച്ചാനെ ചാക്കി കുട്ടിക്കൊണ്ടേ കളയണ മാതിരി എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി. അപ്പൊ തന്നെ അവിടെ ഫ്ലൈറ്റ് വന്നോ. ഫ്ലൈറ്റ് എങ്ങനെയുണ്ട്? ഉഗ്ര ഫ്ലൈറ്റ് അല്ലേ? കിട്ടുക്കം ഫ്ലൈറ്റ്. അത് 1-ാം തീയതി കേട്ടാ മതി. ഫ്ലൈറ്റിന്റെ ഞാൻ നിനക്ക് തരുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നേരെ അവിടുന്ന് ചെന്ന് അറബി നല്ല കിടുക്കം കാറായിട്ട് വന്ന്. കാർ എങ്ങനെയുണ്ടെന്ന് പറ. ലക്ഷറി കാറ്. അത് 1-ാം തീയതി കാറിന്റെ ചേർത്ത് ഞാൻ തരാവേ. നേരെ അറബിയുടെ ബംഗ്ലാവിലേക്ക് ചെന്നു. ബംഗ്ലാവ് എങ്ങനെയുണ്ട്? കൊട്ടാരം തോറ്റു പോണ ബംഗ്ലാവ്. അങ്ങനെ ഒരു ബംഗ്ലാവിൽ എത്താൻ കാരണം ആരാ? ഇപ്പൊ 3-ായേ അവിടെ വന്ന വഴി ക്ഷീണം കൊണ്ട് ഒന്ന് കിടന്നുറങ്ങിപ്പോയി. ചാട്ടവാറെടുത്ത് വന്നേച്ച് ഒരു 65 അടി കേരള എന്റെ 125 പനേമേന്ന്. ഇതാര് കാരണാണ്? നീ കാരണല്ലേ? നിങ്ങളെ കയ്യിരിപ്പുണ്ടായിരിക്കും. കയ്യിലിരിപ്പ് കിട്ടുന്നല്ല. ഇറങ്ങടാ. എടാ മനുഷ്യ, അവിടെ അത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുഖം ഓർത്തെങ്കിലും അവിടെ നിന്ന് പിടിച്ചിരിക്കായിരുന്നു, അറിയാവോ? എന്റെ മുഖം ഓർത്ത ആകെ പിടിക്കാനുള്ളത് അവിടെ ഒട്ടകത്തിന്റെ മുഖം മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അതിനകത്ത് കയ്യെത്തൂല. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയരുത്. നിങ്ങൾ കേട്ടോ, നിന്റെ ഒരു 1-ാം തീയതി എനിക്കടാ ഒരു പൈസ ഒരു പൈസ എവിടെ പോണ്? ഇറങ്ങണേ, നിങ്ങൾ ഇറങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാനിവിടെ പോകേണ്ടി വരും. എന്നെ താഴെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോണം. ഇനി
മിണ്ടരുത് പോടാ. ഒരു ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടേ എന്തോ പരിപാടിയാ കാണിച്ചേ? നിങ്ങൾ എന്തോ പരിപാടിയാ കാണിച്ച? 1-ാം തീയതി കയറാൻ വന്ന ചെറുക്കനെ നിങ്ങൾ എന്തോ ഇവിടുന്ന് പറഞ്ഞു വിട്ടേന്ന്? എന്തോ ഒരു ഐശ്വര്യമൊക്കെ വന്നിട്ട് ഐശ്വര്യമുണ്ട്. എന്തോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വിൽക്കാതെ കിടന്ന വസ്തുവിന്റെ ഇവൻ വന്ന് കയറിയതിനു ശേഷം നമുക്ക് ആ ടോക്കൺ അഡ്വാൻസ് കിട്ടിയത് അറിയാമോ? ഇതൊക്കെ ഓരോ വിശ്വാസം. ആ ചേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന്. എന്ത് വിശ്വാസം? എന്റെ ആങ്ങളെ തന്നെ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോവാ. ആ ജോത്സ്യര് നോക്കിയിട്ട് എന്തുവാ പറഞ്ഞെന്നറിയാമോ? നല്ല പൊരുത്തമുള്ള ജാതകമാ, ദീർഘ പൊരുത്തമാണ് അവര് തമ്മില്. ആ ജോത്സ്യര് വിളിക്കുന്നു. യോ, ഹലോ, നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? നിങ്ങളല്ലയോ പറഞ്ഞത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വെച്ചടി കയറ്റവാണെന്ന്? 15 ദിവസം കൊണ്ട് താണ്ട വന്ന് വീട്ടിൽ നിപ്പോണ്ട് എന്നെ കെട്ടിയോ. ആണോ? നമ്മുടെ 1-ാം തീയതി കയറിയ കണ്ണനോ? എന്താണ്? കണ്ണനെയും ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കി കണ്ണനെ പറഞ്ഞു വിട്ടു വിടുന്നു. അല്ലേ, കണ്ണനെ പറഞ്ഞു വിട്ടോ? കണ്ണനെ പറഞ്ഞു വിട്ടു. അയാളുടെ നക്ഷത്രം എന്താണാവോ? നക്ഷത്രം പൂരം. പൂരം വെച്ച് നോക്കുമ്പോ പൂരം പിറന്ന പുരുഷൻ, അയാൾക്ക് ഗജകേസരി യോഗമാണ്. അയാളെ പറഞ്ഞു വിടരുത്. അയാളുടെ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വന്നതിന് നന്നായി. ഇനി ഇയാള് പോകുന്നത് കാനഡയിലേക്കാണ്. അതോടുകൂടി നിങ്ങൾ ലക്ഷപ്രഭുക്കളാവും. അയാളെ തിരിച്ചു വിളിക്കുക, അയാളെ സൽക്കരിക്കുക. മനസ്സിലായില്ലേ? ശരി ജോത്സ്യരെ, ശരി. ജോത്സ്യർ എന്തോ പറഞ്ഞാന്നറിയാവോ? നിങ്ങളുടെ എല്ലാ ഭാഗ്യവും നിങ്ങളുടെ തീർന്ന്. അവനെന്തോത്തിനാ നിങ്ങൾ പറഞ്ഞു വിട്ടത്? ഇവിടെ നിൽക്കേണ്ട ആളല്ല നിങ്ങൾ. അമേരിക്കയിൽ പോയി നിൽക്കേണ്ട ആളാ നിങ്ങൾ. അറിയാ പിന്നല്ലേ? ദൈവമേ, നല്ല 1-ാം തരം ഒരു ഭാഗ്യമുള്ള ചെറുക്കനായിരുന്നത്. ചേച്ചി, എന്റെ മൊബൈൽ അവിടെ ആയി. എന്റെ മൊബൈൽ അവിടെ. നിന്റെ കാര്യം എന്തൊരു പറച്ചിലാണ് അത്? എടാ നീ ഇത് നിന്റെ സ്വന്തം വീട്. ഞാൻ അങ്ങോട്ട് വരില്ല. കണ്ണ ഇങ്ങോട്ട് കയറ്. കണ്ണ ഇങ്ങോട്ട് കയറാൻ. എന്റെ മൊബൈൽ മൊബൈലൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വാ. എടാ നിന്റെ അണ്ണനാണ്. എടാ അത് അണ്ണം വെറുതെ വിഷമം വെപ്രാളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞല്ലേ. നിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണത്. എന്നെ പറഞ്ഞേക്ക എനിക്കറിയാം. എന്നെ പറഞ്ഞേക്ക. എടാ പോട്ടറാവേ, ഇത് വേണ്ട നീ ഇങ്ങനെയൊക്കെ കാണിക്കണത്. പിന്നെ എന്നെ നേരത്തെ അത്രയും പറഞ്ഞു വിട്ടേ. അത് ഞാൻ പെട്ടെന്നൊരു ടെൻഷനിൽ പറഞ്ഞല്ലേ. നീ എന്റെ മുത്തല്ലടാ. ഓ, എന്താ പിന്നെ ഗൾഫിലെ വിശേഷം പറ. ഗൾഫില് എന്റെ പൊന്നു മോനെ വികസനം എന്ന് വെച്ചാ ഗൾഫിലാണ് വികസനം. അവിടുത്തെ റോഡൊക്കെ ഒന്ന് കാണണം. നല്ല കണ്ണാടി പോലെ ഇരിക്കും, കണ്ണാടി പോലെ. ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് വികസനം? ഇവിടുന്ന് എത്ര നാളായി ഗൾഫിൽ പോയിട്ട്? 15 ദിവസം. 15 കൊല്ലമായിട്ട് ഞാൻ കണ്ടില്ല ഒരു വികസനം. അപ്പൊ 15 ദിവസം പോയിട്ട് വന്ന് നിങ്ങള് ആവശ്യമില്ല. ചെറുക്കനെ ഇരുത്തി വിഷമിക്കാതെ ഞാൻ അവന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാവേ. കിട്ടിയില്ല. പിന്നെ തരും. എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് യാത്ര? എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര? എന്റെ പൊന്നു മോനെ, ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് അങ്ങ് കാലെടുത്ത് വച്ചതും ഒരു 3 മറ്റേ ടീമിങ് വന്നു. മറ്റേ നമ്മുടെ ഈ കക്കൂസിന്റെ ഇവിടെ കറങ്ങണ സാധനം ഉണ്ടല്ലോ, എക്സോസ്റ്റ്, എയർ ഹോസ്റ്റസ്. ഇവരിങ്ങ് വന്നിട്ട് അവിടെ കിടന്ന് മോണോആക്ട് ഇങ്ങനെ കാണിക്കണു. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കാണാറുണ്ട്, ടി വിയിൽ കാണാറുണ്ട്, സാറിനെ കാണാറുണ്ട്, ഇവിടെ വന്നിരുന്ന് ഞങ്ങൾക്കൊന്ന് ജഡ്ജ്മെന്റ് ചെയ്യാവോന്ന്. ഞങ്ങള് പറഞ്ഞു, ഞാൻ വെറുതെ കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ജഡ്ജ്മെന്റിലേക്കൊന്നും എത്തിയിട്ടില്ല. കാപ്പി എടുക്കാൻ പോയി ചേച്ചിയും കാണാനില്ല. നല്ല നല്ല ചൂട് പാലിനകത്ത് ഹോർലിക്സ് ഇട്ടിട്ടുണ്ട്. എന്തായി? ആ ചെറുക്കൻ വന്നെന്ന് സൽക്കരിച്ചയാളെ ഒരു കുഴപ്പമില്ല, നല്ല സന്തോഷമായിട്ട് രണ്ടുപേരും ഇരുന്ന് കാര്യം പറയുന്നുള്ളൂ. ഗജകേസരി യോഗമാണ്. അതിരിക്കട്ടെ, അവന്റെ ജന്മമാസം ഏതാണെന്നൊന്ന് ചോദിച്ചേക്ക. ചോദിക്കണോ? ഓ പിന്നെ എടാ, നിന്റെ നാള് പൂരമാന്നാ പറഞ്ഞില്ല? കല്യാണം ഒന്നും ആയില്ലല്ലോ നിനക്കല്ലേ? ഇല്ല. നീ ഏത് മാസത്തിലെ പൂരമാന്നാ പറഞ്ഞേ? കർക്കിടകത്തിലെ പൂരം. ജോത്സ്യരെ, കർക്കിടകത്തിലെ പൂരം. കർക്കിടകോ? കാലൻ കർക്കിടകം വിനാശമാണ്, നാശമാണ്. അവനെവിടെ ഇരുത്തരുത്, എഴുന്നേപ്പിച്ച് വിടുക. കർക്കിടകത്തിലെ പൂരമാണെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ഭയങ്കര നാശമായിരിക്കും. അവനെ സൽക്കരിക്കാതെ പറഞ്ഞു വിട്ടോളുക, അവനെ ഇരുത്തണ്ട. ജോത്സ്യൻ ഇപ്പൊ വിളിച്ച് പുള്ളിക്കാരൻ പറയുന്നതേ ഇവൻ ഇവിടെ ഇരുന്ന എല്ലാം മുടിയുമെന്ന്. കർക്കിടകത്തിലെ പൂരമാണെന്ന് ഇവൻ. ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ല, ഇവൻ ആകെ ഒരു അവലക്ഷണം. അയ്യോ, ഞങ്ങളുടെ കൊണ്ടുപോവാ. അവിടെ കുടിക്കണ്ട. അല്ല, എന്നെ വിളിച്ചു കയറ്റിയതല്ലേ? ആര് വിളിച്ചു കയറ്റി? ഞാൻ പോയെന്നെ. എഴുന്നേക്കടാ. എടാ അവിടെ എഴുന്നേക്കടാ. അവനെ ഹോർലിക്സ് കുടിക്കാൻ പോകുന്ന ഫോൺ എടുത്തോട്ട്. എന്റെ ദൈവമേ, അല്ല ചേട്ടാ, ഒരു കാര്യമുണ്ട്. അതായത് 1-ാം തീയതി കയറിയതേ ഞാൻ ഇപ്പഴാ പെട്ടെന്ന് ഓർത്തത്. 1-ാം തീയതി കയറിയത് ഇവനല്ല, എന്റെ അച്ഛനാ. അച്ഛനാ? നിങ്ങളുടെ അമ്മാവൻ.
അല്ലെങ്കിലും നിന്റെ അച്ഛനെ എന്നെ എങ്ങനെ കെണിക്കാന്ന് വെച്ചോണ്ട് നടക്കുന്ന ആളാ. എന്റെ മനസ്സിലാ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചത്. പിന്നെ എന്റെ വെക്കിട്ട് ആ ചെറുക്കനെ വിളിച്ചു നിർത്താം അങ്ങോട്ട്. മോനെ കണ്ണാടാ, അണ്ണന്റെ എന്നെ കൊണ്ട് പറയിക്കരുത്, ഞാൻ ആവശ്യമില്ലാത്ത വിളിച്ച് കയറ്റിട്ട് കേറിയിട്ട് പോടാ. കയറിയിരിക്കാനും വയ്യ. അതിനകത്ത് അച്ചാർ എന്തൊക്കെ കാണൂലേ, അതും എടുത്തോണ്ട് നേരെ നിങ്ങൾ അമ്മയത്തിന്റെ വീട്ടിലോട്ട് അങ്ങനെ പോ. കണ്ണാ പോടാ. നല്ലൊരു കൈഡിയാവാം. നസീർക്ക, ശ്രീജു പ്രദീപ് സൂര്യശ്രീ കുഴപ്പമില്ലാത്തൊരു ഐറ്റം ആയിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. ഇത് ലെങ്ത് കുറവ് പോലെ തോന്നുന്നു. കുറവായിരുന്നോ? ആ കുറവ് പോലെ ഫീൽ ചെയ്തേ. ചിലപ്പോൾ അത് തമാശ ഒരുപാട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്കത് തോന്നിയത് എന്ന് തോന്നുന്നു. തമാശയുടെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നതിൽ. നല്ല കണ്ടന്റാണ്. 1-ാം തീയതി ഇങ്ങനെ വീട്ടിൽ കയറി അതൊരു ഒരു സംഭവമാണ്. ചെറിയൊരു പോർഷൻ കട്ടായിപ്പോയി അല്ലേ? അതാണ് എന്തോ ഒരു കുറവ് പോലെ, പെട്ടെന്ന് തീർന്ന പോലെ. പ്രദീപ് വന്നതിന് ശേഷം ഒരുപാടൊന്നും സാധനം ചെയ്യാനില്ല. ഇത് ഒരു പഴയ സംഭവം, നല്ലൊരു സാധനം. 1-ാം തീയതി കയറുന്നത് ഐശ്വര്യമാണ്, ഇറങ്ങുന്ന വഴിക്ക് പൂച്ച വിളങ്ങൻ ചാടിയാൽ അത് വിഷയമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ മനുഷ്യൻ്റെ. ആ ഒരു സാധനം പിടിച്ച് നല്ലൊരു കോണ്ടന്റ് നിങ്ങൾ തപ്പിയെടുത്തു. കുറച്ചുകൂടെയൊക്കെ തമാശകളൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല രസമായിട്ട് അത് കളിച്ച്. പിന്നെ പ്രദീപിൻ്റെ ഒരു പവർ ഇതിൽ കിട്ടിയില്ല. കാര്യം ഗൾഫിൽ നിന്ന് ജോലി പോയിട്ട് വിഷമിച്ച് വരുന്ന ഒരാളാണ്. അവിടെ എന്ത് കോമഡി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മറുപടി കാണിയല്ല. പക്ഷേ നമുക്ക് ഇവിടെ ചിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോമഡി കൂടെ അവിടെ ഫില്ല് ചെയ്യാം. അടുത്ത പ്രാവശ്യം ശ്രമിക്കുക അതിനൊക്കെ. എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ തപ്പിയെടുക്കുക. ചിരി അല്പം കുറഞ്ഞെങ്കിലും ആ എടുക്കുന്ന ഐറ്റത്തിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അത് നല്ല കാര്യമാണ്. ഗംഭീരമായ ഒരു ഐറ്റമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. 3 നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൽ മികച്ച ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട ശ്രീജുവിൻ്റെയാണ്. ഹൂ കെയർസ് എന്നുള്ളത്. ഇപ്പോഴും ആ ബോഡി ലാംഗ്വേജിലും ഡ്രസ്സിങ്ങിലൊക്കെ ഉണ്ട്. ആ മുണ്ടൊക്കെ കൃത്യമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവം അത് അടിമുടി നിങ്ങൾ പഠിച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലേ? അങ്ങനത്തെ ഒരു ഉഴപ്പൻ ആര് എന്ത് എനിക്ക് കല്യാണം കഴിച്ചിട്ടില്ല, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്നു, താല്പര്യമില്ല, കിട്ടുന്ന 1000 അതൊരു തൊഴിലാക്കി എടുത്തിരിക്കുക. അതൊരു തൊഴിലാക്കി. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് അതിനൊരു പൂർണ്ണത ഉണ്ടായിരുന്നു, വേഷപ്പകർച്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പ്രദീപിന്റെ അല്ലേ, ഞാൻ ആ പെട്ടിയായിട്ട് വന്നപ്പോൾ ഗംഭീര സാധനങ്ങളായിട്ട് ഉഗ്രം കോമഡികളായിട്ടാണ് ആ പെട്ടിയിൽ വന്നതെന്ന് വിചാരിച്ചത്. പക്ഷെ പെട്ടി തുറന്നില്ല, ഇന്ന് കോമഡികൾ വന്നില്ല. സൂര്യശ്രീ ഗംഭീരമായിട്ട് ഇട്ടോ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. കാരണം ചെയ്യാൻ കൊടുത്തത് അവൾ മനോഹരമാക്കി തന്നെ അത് ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം, നമുക്ക് അതിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പൊലിപ്പിക്കാൻ പറ്റുള്ളൂ. മരുന്നില്ലാണ്ട് വെടി പൊട്ടിക്കാൻ പറ്റില്ല. വെടിമരുന്നില്ലാതെ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു കേട്ടോ. ഒരു ഫീൽ ഗുഡ്, കാണുമ്പോൾ നല്ല മനസ്സിന് കുളിർമ തോന്നുന്നൊരു സ്കിറ്റായിരുന്നു. അതിനൊരു സ്പെഷ്യൽ ഗൈഡ് തന്നേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ജനിച്ച ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ 1-ാം തീയതി തിരിക്കാൻ പോകുന്നത്. ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാലത്ത്. അല്ല, എൻ്റെ വീട്ടിൽ ഇപ്പോഴും കയറ്റുന്നുണ്ട്. 1-ാം തീയതി അല്ല, ഞങ്ങളുടെ മാസം അറബ് മാസം ആ ഒരു ഇതുണ്ട്. ആ ഡേറ്റിൻ്റെ ഒരാളെ സ്ഥിരം വിളിച്ച് കയറ്റാറുണ്ട്. അതെ, അങ്ങനെയുണ്ട്. അത് കണ്ട ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കുറെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരെന്ന് പറയും, കാര്യം കയറുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുമെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കുറെ അങ്ങനെയൊക്കെ എന്തോ ഉണ്ടല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോയ വീട്ടിൽ ഐശ്വര്യം ഉണ്ട്, എൻ്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ട്. കണ്ടില്ല ഇപ്പോഴും? ഇറങ്ങാം. കണ്ണനോടാണ് ഈ പറയുന്നത്. കണ്ണൻ എത്ര വീട്ടിൽ കയറുന്ന. ഇല്ല, ഇത് നാട്ടിൻപുറങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. തുടക്കത്തിലില്ലേ ആ കാടി എടുത്ത് കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊരു സ്പെഷ്യൽ പോയിന്റ് നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. കാരണം അത് ഗംഭീര തോട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങളും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചിരിക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇവിടുന്ന് ടൈഗർ ഫാം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടിനിച്ചേറിന് കൊടുക്കണം. എന്നാണ്ട് ഇവിടെ അല്ല, അവിടുത്തെ ഫാമിന് നല്ല പവറുള്ള സാധനം. ഇവിടെ അത്ര ഇല്ല, ഇവിടെ ഇത്തിരി മൈദ കലക്കുണ്ട്. മൈദ കലക്കുണ്ട്. അപ്പം നസീർക്ക പറഞ്ഞ പോലെ കുറച്ചും കൂടെ തമാശകളുണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായനെ. എന്തായാലും അടുത്തേല് പിടിക്കുക കേട്ടോ. താങ്ക് യു. ആരാണ് ആദ്യം പൈസ? നസീർക്ക. ഞാനൊരു 8000 രൂപ കൊടുക്കുകയാണ്. 8000 രൂപ. ചേട്ടാ ഞാനൊരു 10000 രൂപ. 18000 രൂപ. ബാക്കി അയച്ചോളൂ. എന്റേതാ, പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 30000 രൂപ. ഓക്കെ, അടുത്ത നമുക്ക് പിടിക്കണം. അടുത്ത ഒരു 1-ാം തീയതി പോലെ ഐശ്വര്യമുള്ളൊരു സ്കിറ്റ് ആകണം. ഓക്കെ കേട്ടാ. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി അല്ലേ? രാജിമോനുണ്ട്, അഭിലാഷ് ഉണ്ട്, കൂടെ വിഷ്ണു ഉണ്ട്. ഒരു നല്ല കൈഡി കേട്ടോ. പൂർണ്ണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം.
ചമ്പരം പറഞ്ഞിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും തപസ്സിരിക്കുവാന്ന്. അല്ല, ആരെ കളിപ്പിച്ച് കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ലോകത്ത് എന്നെ ആരും കളിപ്പിക്കത്തില്ലെന്ന് കേട്ടോ. എന്നെ ആദ്യമായിട്ട് കളിപ്പിച്ച മനുഷ്യനാ താണ്ടി ഇരിക്കുന്നത്. ഇവൻ പറഞ്ഞ കയ്യിലുള്ള കാശിക്ക് നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ ബിസിനസ് ചെയ്ത് നശിച്ച് നാറാണക്കൊല്ല് വെച്ചിരിക്കുന്ന ഇരിപ്പായത്. ഇതെല്ലാം കണ്ടോ? ഇതെല്ലാം എൻ്റെ കാശ് കൊണ്ട് മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ. ഇപ്പൊ ശരിക്കും പറഞ്ഞ എനിക്കിവിടെ ആടുജീവിതം. അശോക, ഒരു കാര്യം ഞാൻ പറയാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ണടച്ചിരിക്കുവാണെങ്കിലും നീ പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. കണ്ണടച്ചിരുന്നിട്ട് നീ എങ്ങനെ കേട്ടെ? കണ്ണല്ലേ അടച്ചിരിക്കുന്നത്, ചെവി അടച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ ഞാൻ. എടാ നീ എന്തോ വിചാരിച്ച് ഇത്രയൊക്കെ പറയാനായിട്ട് ഞാൻ നിന്നെ എന്ത് ദ്രോഹിച്ചടാ അശോക? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ അറബിയുടെ അണ്ടറിൽ അടിപൊളിയായിട്ട് ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരാളല്ലോടാ. എടാ നീ ഇപ്പൊ അവിടെ പോകാത്തോണ്ട് രക്ഷപ്പെട്ടില്ലേടാ. എടാ ഇനി നമുക്ക് വെച്ചടി കയറ്റമായിരിക്കും. എടാ ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്ത്? തമിഴ്നാട്ടിൽ ഞാനൊരു കിണ്ണം ബിസിനസ് ചെയ്ത്, നീ ഒരുത്തൻ കാരണം ആ ബിസിനസ് പൊളിഞ്ഞ് കൊട്ടേക്കേറിയത്. ഞാനാണോ പൊളിച്ചത്? പിന്നല്ലാതെ ഞാനാണോ പൊളിച്ചത്? തമിഴ്നാട്ടിൽ ഒരു 3.5 ഏക്കർ ഞാൻ പാട്ടത്തിനെടുത്തായിരുന്നു. റംബുത്താൻ ബിസിനസ് ആയിരുന്നു എന്റെ ലക്ഷ്യം. ഇവൻ കൊണ്ട് തന്നത് മൊട്ടപ്പഴത്തിന്റെ കുരു. ഞാനിത് കുഴിച്ചിട്ട് തമിഴന്മാര് വിളവെടുപ്പിന് വന്നു. അവന്മാര് നോക്കുമ്പോ മുടിയില്ലാതിരിക്കുന്ന റംബുത്താൻ. അവന്മാർ എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അണ്ണേ റംബുത്താന്റെ മുടി എവിടെയെന്ന്. അവസാനം ഞാൻ കുത്തിയിരുന്ന് ഓരോ മുട്ടപ്പഴത്തിനും വിഗ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കയറ്റി വിടുവായിരുന്നു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇതിന്റെ വിഗ് ഊരിപ്പോയി. തമിഴന്മാരൊരു വരവെന്ന്, പക്ഷെ എന്റെ ദേഹത്ത് തൊട്ടില്ല. അയ്യോ ഭാഗ്യം. പിന്നെന്തോ ചെയ്തു? തൂക്കിയിട്ട് കത്തിക്കായിരുന്നു. ഇപ്പൊ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ടെന്ന്. എടാ ഈ ബിസിനസ്സിൽ നമ്മൾ ക്ലച്ച് പിടിക്കും. ഇതെന്തോ സംഭവം എന്നറിയോ? ഇല്ല. യോഗ. എടാ നാട്ടുകാർ മുഴുവൻ രാവിലെ എഴുന്നേറ്റ് പട്ടി ഓടുന്ന പോലെ ഓടുന്നത് എന്താണെന്നറിയാം? അവർ വീട്ടിൽ കിടന്ന് തുറക്കാൻ സമയമില്ല. അതൊന്നും അല്ലെന്ന്, സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി. ഇത് വല്ലതും നിനക്ക് അറിയാമോടാ? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം ഓരോന്നൊക്കെ ചെയ്ത് വെച്ച്. എന്റെ ഭഗവാനെ, എന്റെ ശരീരത്തിൽ ഇനി ഒരേ ഒരു സാധനമേ ഉള്ളൂ അടി വാങ്ങിക്കാൻ. അതെവിടാടാ? നമ്മൾ വലിച്ചു വിടുന്ന ശ്വാസം. അതെങ്കിലും ഉണ്ടല്ലോടാ. എടാ നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ട് നിൽക്കി. ഇതിൽ ഞാൻ നിന്നെ കളിച്ച് പിടിപ്പിച്ചിരിക്കും, ഉറപ്പാ. റെഡിയാക്കാം. പിന്നെ നമ്മുടെ പ്രഭാകരൻ മുതലാളിയില്ലേ, മുതലാളിയിലെ വകയിൽ അരേന്ദ്രവന് ഇതുപോലെ അവന് ഈ ജിമ്മിലൊക്കെ പോയി ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോന്നേ? നമ്മുടെ ഇവിടെ യോഗ സെന്റർ തുറന്നിട്ടില്ലയോ? മോലാളി അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് പറഞ്ഞിട്ട് മോലാളിയുടെ ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എടാ എന്നിട്ട് നീ അതിൽ നിന്ന് 1 രൂപ എനിക്ക് തന്നില്ലല്ലോടാ. നിനക്ക് എന്തിനാ ഞാൻ തരുന്നേ? ഈ കണ്ട കാശ് മൊത്തം ഞാൻ മുടക്കിയിട്ടേക്കും ഇല്ലയോ? എന്നിട്ട് 1 ലക്ഷം രൂപ അല്ല, ഇനിയും കിട്ടാനുണ്ട് എനിക്ക്. അയ്യോ, അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആരണ്ട് വരുന്നുണ്ട്. ആരോ വരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന ആളെ നീ പിടിച്ചിരുത്തി ക്യാൻവാസ് ചെയ്യും, ഞാൻ അകത്ത് കാണും. എടാ വേണ്ട, എടാ നീ ധൈര്യമായിട്ടിരിക്കാൻ. നീ എന്നെ പറ്റി പറഞ്ഞ് കയറ്റി വെച്ചാൽ മതി, ബാക്കി ഞാൻ വന്ന് സെറ്റ് ചെയ്തോളാം. ഞാൻ എങ്ങനെയാ പറയുന്നത്? നീ അല്ലയോ ഇതൊക്കെ പറയണ്ടേ? എടാ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ മതിടാ. അമ്മാവൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എടി മറ്റേ ഇത് ജിമ്മല്ലെന്ന്, ഇത് വേറെ സ്ഥലം, സൂപ്പർ സ്ഥലമാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര സൗന്ദര്യമാവും. നീ നോക്കിയോ, ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാനുണ്ടല്ലോ ഇതുപോലെ ഇരിക്കും. ഹായ്, ഇത് കൊള്ളത്തില്ലേ? വേണ്ട വേണ്ട, ഇത് കൊള്ളത്തില്ല, മാറിയിരിക്കും. കൊള്ളത്തില്ല. ഞാൻ ഇതിനേക്കാൾ സൂപ്പറായിട്ട് നല്ല അടിപൊളി ചെറുക്കനായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. അതെ, എന്തുവാ പ്രശ്നം? അടുത്ത മാസം എന്റെ കല്യാണമാണ്. ഞാൻ എന്റെ അമ്മാവന്റെ മോളെയാണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൾക്ക് എന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം. സംഭവം മനസ്സിലായി. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാം റെഡിയാക്കി എടുക്കണം. അത് റെഡിയാക്കി എടുക്കണം. ഒരാൾ എന്നോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ റെഡിയാക്കാം. ഇവിടെ ആകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്താൽ മതിയല്ലോ. ഇവിടെ മാത്രമല്ല, എവിടെ പോയാലും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. ഇവിടെ നടക്കും, ഇവിടെ യോഗ. അതിനാ വന്നത് ഞാൻ. എന്നാ അത് ചെയ്യിക്കാൻ എന്നെ കൊണ്ട്. അയ്യോ, അത് ഞാനല്ല ചെയ്യിക്കുന്നത്. പിന്നെ ആരാ? വേറൊരാളുണ്ട് ഇവിടെ. എന്താ ഇത്രയും പറഞ്ഞൊക്കെ വേസ്റ്റ് ആയി പോയല്ലോ. അയ്യോ, ഞാൻ കൊണ്ടുവരാം, ആളിനെ കൊണ്ടുവരാം. വിളിച്ചോണ്ട് വരുമോ? മന്മതോ, മന്മതാ, എടാ ആള് വന്നിരിക്കുന്നു, ബാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമറിന് മുമ്പ് വെച്ച് മന്മത മന്മത എന്ന് വിളിക്കരുത്. പിന്നെന്തോ വിളിക്കുന്നത്? എന്റെ പേരല്ലേ വിളിച്ചേ? മാനസേശ്വർ. അതപ്പോ ഇപ്പൊ മുതൽ എടാ അങ്ങനെ വേണമെന്ന് എന്നെ വിളിക്കാൻ. ഇനി അങ്ങനെ ആക്കിയോ? യോഗാചാര്യൻ മാനസേശ്വർ. ഇതൊക്കെ എനിക്ക് കിട്ടുമോ? ഇതൊക്കെ കിട്ടണം. നമസ്കാരം. 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 അമ്മാവന്റെ മോളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? ആ പെണ്ണിന്റെ നിർബന്ധപ്രകാരമാണ് തടി കുറക്കാൻ വേണ്ടി ഈ യോഗാശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? അകത്തിരിക്കുവാണെങ്കിൽ ഒരു ചെവി ഇവിടെ ഇളക്കി വെച്ചിട്ടാ പോയത്. അല്ല, ഈ ജ്ഞാനദൃഷ്ടി അതുള്ളതുകൊണ്ടാ. കുട്ടിയുടെ പേരെന്താണ്? ഇത്രയും പറയാൻ എന്റെ പേരോട് അങ്ങ് പറയുമായിരുന്നു. പേര് ചിബു. അല്ലല്ല, പൈതൽ. പൈതൽ എന്നാണ് പേര്.
എന്റെ പേര് കണ്ട് പറഞ്ഞു. ഞാൻ പിന്നെ എന്തുവാ പറഞ്ഞേ? ഇതെങ്ങനെയാ ഇത്? പേടിക്കേണ്ട ഒരു കാര്യമില്ല. കറക്റ്റ് സ്ഥലത്താ വന്ന് ചേർന്നേക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചു തരുന്ന യോഗാ രീതികൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നീ മാറും. 1 മാസം പറ്റത്തില്ല, 10 ദിവസം കൊണ്ട് കുറയ്ക്കണം. ഓ 10 ദിവസം കൊണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പൈസ ഞാൻ എത്ര വേണം തരാം. പക്ഷെ എനിക്ക് ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്ത, എനിക്ക് ആസനം ഒന്ന് കാണണം. ആസനം കാണണം. അതിപ്പോ ഈ തുടക്കത്തിൽ തന്നെ കാണുക എന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അതൊന്ന് കാണിച്ചു തരണം. അതിനല്ലേ ഞാൻ വന്നത്. ഇവിടെ അമ്മാവൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു കേട്ടോ? ഞാൻ കേട്ട്. എന്തു ചെയ്യുന്നു? നിനക്കല്ലേ കാശിനാവശ്യം, പോയി കാണിക്ക്. പൈസ വേണമെങ്കിൽ തരാൻ കേട്ടോ, ഇനിയും വേണമെങ്കിൽ. കാശ് ആദ്യം മേടിച്ച് വെച്ചിട്ട് വേണം കാണിക്കാൻ. എന്താ അവൻ ഇഷ്ടപ്പെട്ടില്ല, നീ ചമ്മിപ്പോവും. പൈസ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്കെന്തോ കുഴപ്പം? വാ കാണിച്ചു തരാം. ഫോ, എന്റെ ദൈവമേ. അയ്യേ അയ്യേ, എന്ത് വൃത്തിയാണ് കാണിച്ചത്? എന്താണോ? ഞാൻ യോഗാസനം കാണിക്കാനാ പറഞ്ഞു, ഞാൻ വൃത്തിയാണ് കാണിച്ചുകൊണ്ട്. യോഗാസനം കാണിക്കാൻ പറഞ്ഞതിന് നീ എന്തുവാണ് കാണിച്ചത്? നീ ഇല്ലേ പറഞ്ഞ ആസനം? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ പോട്ടെ പോട്ടെ, പുള്ളിക്ക് അറിയാത്തോണ്ടല്ലേ. എനിക്ക് സൂര്യ നമസ്കാരം ഒന്ന് ചെയ്ത് കാണിച്ചാൽ മതി. ഇവനെല്ലാം അറിയാം കേട്ടോ. എനിക്കറിയത്തില്ല. അതെനിക്കും അറിയാം. സൂര്യ നമസ്കാരം കാണിച്ചു കൊടുക്കാൻ. കാണിച്ചോട് കുട്ടി. ഈ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഉച്ചയായില്ലേ? ഇപ്പൊ കാണിച്ച സൂര്യൻ ഈഗോ അടിക്കും. അയ്യോ, പിന്നെ ഇത് കാണിക്കേണ്ട എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഒരു 6 മണിയാകുമ്പോ നമ്മൾ എഴുന്നേക്കണം. എന്നിട്ട് നേരെ നമ്മുടെ പൂമുഖ വാതിൽ തുറന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോ സൂര്യനൊന്ന് നോക്കുക. നോക്കിയിട്ട് നമസ്കാരം. അത്രേ ഉള്ളൂ? അത്രയൊക്കെ ഉള്ളു. ഇതൊക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് മാറി മാറി വരും. എന്നാ എനിക്ക് മറ്റേ അതൊന്ന് കാണണം. ഏത്? ഈ മറ്റേ ശീർഷാസനം. ഓ നോക്കിക്കൊണ്ട് നിക്കുവാണ്. അടുക്കളയിൽ എവിടെയെങ്കിലും കാണും, പോയി എടുത്തോണ്ട് വാടാ. എന്തുവാ ഞാൻ പറഞ്ഞതേ, ഈ തല കുത്തി തല കുത്തി നിന്ന് ചെയ്യുന്ന ആസനത്തിന്റെ കാര്യമല്ലേ ഈ പറഞ്ഞത്? അത് തന്നെ. അതെനിക്കറിയാം. ഈ തല കുത്തി നിൽക്കുമ്പോ തല വേദനിക്കാതിരിക്കാനുള്ള ഒരു പീഠം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെടുത്തോണ്ട് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, ഒന്ന് കേട്ടോ. ഞാൻ പിടിച്ച മതിയോ? അങ്ങനെ അത് കൊള്ളാം കേട്ടോ. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. രസമുണ്ട്. വയ്യാതിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 കിലോ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? 2 കിലോ കുറഞ്ഞു. എടാ ഇതൊക്കെ അവനെ കൊണ്ട് ജയിച്ചാ പോരായിരുന്നു. അവന്റെ വണ്ണം വലിയ പറക്കണ്ടേ? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യാൻ പോയെ? എനിക്ക് വരുന്നുണ്ട് കേട്ടോടാ, ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട്. ആശാൻ അടുത്തത് കാണിച്ചതാ. എന്റെ പൊന്നു കുഞ്ഞ, ഇനി എഴുന്നേറ്റ് എന്നുള്ള ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇരുന്നോണ്ട് വേണം ഞാൻ 2-3 ആസനം കാണിച്ചു തരാം കേട്ടോ. അത് ശ്രദ്ധിച്ച് കണ്ടോണം. ശ്രദ്ധിച്ച് കാണാം. ഞാൻ വല്ലതും ചെയ്യണോ? ആസനം എന്തായാലും പുറത്തൊന്ന് വരാവോ? ഒരാൾ എപ്പോഴും പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്. വണ്ടി വിളിക്കാൻ ആരെങ്കിലും പോണ്ടേടാ. അത് ഓക്കെ. അടുത്ത എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കൈ എടുത്ത് ഇവിടെ വെച്ച്. കൊള്ളാലോ. ഇതേതാസനോ? ഇതാണ് ചിത്രശലഭാസന. വേറെ വേണം, അടുത്ത് വേറെ കാണിരി, പെട്ടെന്ന് കാണിരി. ഇതുപോലെ ആസനം കാണാൻ കൊതിയുള്ള ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല. എത്ര ആസനം ഞാൻ നിന്നെ ഇപ്പൊ കാണിച്ചു തന്നു? 10 ദിവസം. ഒരു ആസനം കൂടെ ഞാൻ കാണിക്കും. അത് കഴിഞ്ഞാൽ അത് അതുപോലെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. എന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. വേഗം വാ. പതുക്കെ മതി. ഇങ്ങനെയാണോ? ആ കാലെ പിടിച്ചെന്ന് പൊക്കിക്കേ. എന്റെ ദൈവമേ, ഓട്ടോടെ കിക്കർ അടിക്കാനല്ല പറഞ്ഞത്. പിന്നെ എടാ, നിന്റെ വലത്തെ കാലെ പിടിച്ച് പൊക്കാനാ. എന്റെ കാലാണോ? എന്റെ കാലെ പൊക്കി. കൊള്ളാം കൊള്ളാം. ഇനി ഇടത്തെ കാലി പൊക്ക്. പൊട്ടി തകർന്നു കേടും. കൊള്ളാം കേട്ടോ. ഒന്ന് കൈവെക്കാമോ? ഇനി എന്തൊക്കെയാ ഉള്ളത്? ഇനി ഒന്നുമില്ല. ഇല്ലേ? ഞാനിപ്പൊ കാണിച്ചു തന്ന ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നീ വീട്ടിൽ പോയി ഞാനിപ്പൊ കാണിച്ചു തന്നേക്ക് അതുപോലെ കാണിച്ചാ മതി. കാണിക്കാം, എല്ലാം ശരിയാവും. ആണോ? എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. ഇവിടെ പോവാ? തിരുവനന്തപുരത്ത് വരെ പോണം. തിരുവനന്തപുരത്ത് അതെ, ഈ മറ്റേ മെന്റലിസം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാൻ വേണ്ടി പോവാ. മരിച്ചുപോയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മെന്റലിസം എന്ന് പറഞ്ഞ പരിപാടി, അത് ചെയ്യാൻ വേണ്ടി പോവാ. ആരാ മരിച്ചു പോയപ്പോ? എന്റെ അച്ഛൻ മരിച്ചു പോയതാ. അയ്യോ കഷ്ടം. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് അച്ഛനെ കണ്ട് കാലേ വീണ അനുഗ്രഹം മേടിക്കണം. അതിനുവേണ്ടി ഒന്ന് പോയി കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കും. അല്ല, അതിന് ഈ തിരുവനന്തപുരം വരെ പോകേണ്ട കാര്യം എന്തോ? ആത്മാക്കളെ വിളിച്ചു വരുത്താനല്ലോ. ഇവിടെ നമുക്ക് സാധിക്കുമല്ലോ. എങ്ങനെ കൊണ്ടിരിക്കുന്നു? പുള്ളിക്കറിയോ? അശോക, പുള്ളിക്കറിയോ?
അറിയാമോന്നോ? കഴിഞ്ഞ കർക്കിടവാവനുണ്ടല്ലോ, മരിച്ചുപോയ 150 ആത്മാക്കളെ വിളിച്ചു വരുത്തി സദ്യ കൊടുത്ത ആളായിരിക്കുന്നു. പിന്നെ നിന്റെ ഈ ഒരു അച്ഛന്റെ കേസ് പുള്ളി ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ സമ്മതിപ്പിച്ചോളാം. റെഡിയാട്ടില്ല ചോദിക്കേ എന്തുവാണ് പറ്റിയാൽ മതി. നിനക്കെന്റെ പുക കണ്ടേ അടങ്ങുള്ളല്ലേടാ. നീ എന്ത് ഉദ്ദേശാടാ? നിന്റെ കയ്യിൽ നിന്ന് കാര്യം കുറച്ച് കാശ് ഞാൻ മേടിച്ച് ഗൾഫിൽ പോകാതെ നിന്നെ തടഞ്ഞ് ബിസിനസ് പാർട്ട്ണറുമാക്കി. അതിന് വേണ്ടി എന്നെ കൊല്ലാക്കൊല്ല ചെയ്യണം അശോക. എനിക്ക് പറ്റത്തില്ല. നീ കാണിച്ചു കൊടുത്താൽ മതി. എന്തുവാ കാശ് എടുക്കടാ? എന്റെ കാശ് എടുക്കടാ. തരുമോ നീ? ഇല്ലല്ലോ. അവനിപ്പോ കാശ് കൊണ്ട് തിരുവനന്തപുരത്ത് വന്നില്ല. ആ കാശ് എങ്ങനെയല്ലേ വാങ്ങിച്ചെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. കള്ളത്തര ആന്നേരം ചെറിയ ഒന്ന് കാണിച്ച് എങ്ങനെയല്ല അവന്റെ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാൽ മതി. എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ കസേരയിലോട്ടൊന്ന് ഇരിക്കാവോ? ആയിരിക്കാം. അപ്പൊ അച്ഛനെ കാണണം. അച്ഛനെ കാണണം, അനുഗ്രഹം മേടിക്കണം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കാവോ? ഇരിക്കുക. ഒരു മിനിറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇവന്റെ അച്ഛൻ നീയാണ്. ദിവസം പറയരുത്. എടാ കാര്യം ഉടായപ്പം ഇത്ര പൈസക്കൊക്കെ പ്രശ്നമുള്ളവനാ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ പരിപാടി നിന്നെ കൊണ്ട്. എടാ എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ നീ അവന്റെ അച്ഛനാവണ്ടെന്ന്. പിന്നെ അവൻ കണ്ണു ഉറക്കുമ്പോ അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞൊന്ന് അഭിനയിച്ചാ മതിയടാ. ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് ഞാൻ ചെയ്യുവോ? ചെയ്യാന്ന്. പിന്നെ അച്ഛൻ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ വരും. ആണോ? അതായത് അച്ഛന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ച് ഇവിടെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ആക്കും. പിന്നെ നിങ്ങൾക്ക് അച്ഛനും മോനും തമ്മിൽ അനുഗ്രഹം മേടിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് മതി, അത് മതി. ഒരു കാര്യം ചെയ്യും. അച്ഛനെ മനസ്സിലേക്ക് ആവാഹിക്കും. ആവാഹിക്കും. വന്നോണ്ടിരിക്കുന്നു. എവിടം വരെ എത്തി? വന്ന് പകുതിയായി. വരുന്നേ ഉള്ളൂ. നടന്നു വരുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്നുണ്ട്. അച്ഛനിതാ എത്തിക്കഴിഞ്ഞു. അച്ഛനിതാ എത്തിക്കഴിഞ്ഞു. എത്തി. അയ്യോ ഞാനല്ല. ഇതാണ്. അങ്ങനെ അച്ഛന് ചെറുതായിട്ടൊരു ഏന്ത് പോലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടുണ്ട്. പക്ഷെ എനിക്കിന്നൊരു ഒരു ഇത് വിശ്വാസമില്ല. ഓ, നിന്റെ അച്ഛന്റെ പേരെന്താണ്? ദിവാകരൻ. എന്നെ വിളിച്ചോ? ദിവാകരാന്ന് വിളിച്ചു. എന്നാലും ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ അമ്മയുടെ പേരെന്താണ്? തങ്കമണി. അനിയന്റെ പേര് സുഭാഷ്. ചോദിക്ക്. എന്റെ അനിയന്റെ അമ്മയുടെ പേരെന്തോ? എന്റെ ഭാര്യയുടെ പേര് തങ്കമണി. എനിക്കൊരു ഇളയ മോനുണ്ട്, സുഭാഷ്. അയ്യോ, ഇപ്പൊ വിശ്വാസമായോ? ഇച്ചിരി വിശ്വാസമായി. ഇത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷമൊക്കെ പിന്നെ ആയിക്കോട്ടെ. ഇപ്പൊ അച്ഛനും മോനും തമ്മിൽ സ്നേഹിക്കും. അച്ഛനെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്ന് കാണണമെന്ന്. ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അച്ഛാ? കെട്ടിപ്പിടിക്കട്ടെ. എന്തോ പണിയാ അച്ഛ കാണിച്ച? കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് എന്തോ തോന്നിയാ പറഞ്ഞു കൊടുത്തേ. അവരോട് ഞാൻ തള്ളുകൂടിയാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തന്നെ, എപ്പോഴും വരയ്ക്കാത്തിരുന്ന് തിന്നുക, എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്. ഇത് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ പാലത്തിന്റെ മണ്ടയ്ക്ക് ചാടി ചത്ത്. അപ്പൊ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് എന്റെ കൈ കിട്ടിയത്. സുമതി വല്യമ്മയോട് എന്തോ പറഞ്ഞു കൊടുത്തു. സുമതി വല്യമ്മയുടെ കാര്യം എനിക്കറിയത്തില്ല. സുമതി വല്യമ്മയോട് പറഞ്ഞു. അച്ഛനും മോനും കൂടെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോളൂ. എനിക്ക് സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യം. ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. പോയോ? അച്ഛൻ പോയി. ഉറപ്പാണ് അച്ഛൻ പോയി. അച്ഛൻ പോയി. അയ്യോ, ഇനി ഇവന്റെ ദേഹത്ത് നിന്റെ അച്ഛൻ മരുത്തില്ല. ഉറപ്പാണോ? എന്തായാലും കുറെ നാളത്തെ ദേഷ്യം അങ്ങ് മാറി കിട്ടി കേട്ടോ. ഇപ്പൊ രണ്ടുപേരും കല്യാണത്തിന് പറഞ്ഞേ. ഞാൻ എന്നാ പോയിട്ട് വരാം. എങ്ങനുണ്ട് അശോക? മര്യാദക്ക് പോയ ചെറുക്കനെ വിളിച്ചു വരുത്തി നീയാണ് ഈ പെടാപ്പാട് പെടുത്തത്. കാശിന് ഇത്ര ആർത്തി പാടില്ല അശോക. ഞാൻ നാളെ തിരിച്ചു വരും. പോയില്ലടാ ഇവൻ. നാളെ ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അയ്യോ, നാളെ വന്നാ നിന്റെ അച്ഛൻ ഇവിടെങ്ങും വരത്തില്ല. അയ്യോ, അച്ഛനെ എനിക്ക് കാണണ്ട. അച്ഛനെ ഭാഗ്യം. ഞാൻ എന്റെ അമ്മയും കൊണ്ടാ വരുന്നത്. എന്തിന്? എന്റെ പാവമ്മ എത്രമാത്രം കഷ്ടപ്പെടുത്തിട്ടുണ്ടെന്നല്ല അറിയാം എന്റെ അച്ഛൻ. അതുകൊണ്ട് എന്റെ അമ്മയുടെ ഭർത്താവിനെ എനിക്ക് ഇവന് കാണണം. കുറച്ച് പകരം വീട്ടാനുണ്ടെന്ന്. നീ എനിക്ക് കുറച്ച് കാശ് തരാനില്ലായിരുന്നോടാ? അതെനിക്ക് നീ തരണ്ട. എന്താ? അതെടുത്ത് എന്റെ ഗംഭീരമായിട്ട് എന്റെ അടിയന്തരമൊക്കെ നടത്തണ നീ. അശോക, ചേട്ടാ, നിങ്ങൾ ശരിക്കും പറഞ്ഞാലേ കടല് പോലെയാണ്. ഇടക്കങ്ങ് ഇറങ്ങിപ്പോവും, ഇടക്കങ്ങ് അടിച്ച് കയറും. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ കുറച്ച് ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രശ്നമായിരുന്നു. സ്ക്രിപ്റ്റ് ശരിക്കും ആരാ വർക്ക് ചെയ്താരാണ്? ആണല്ലേ? അതാ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ലിഫ്റ്റ് ആവണത്. കാരണം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അതിൽ തന്നെ ഫോക്കസ് ചെയ്യണവരായിരിക്കും. നിങ്ങളിത് അഭിനയിക്കുകയും ചെയ്യണം. ഇത് കൂടി ചെയ്യുമ്പോൾ ഒരു ഹാർഡ് വർക്കാണത്. ടൈം ബൗണ്ടഡ് ആണല്ലോ. ഇത്ര സമയം കൊണ്ട് നമുക്കിത് സ്റ്റേജിൽ കയറണം എന്നുള്ളത്. അത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഒരിക്കലും വിൻ ചെയ്യാത്ത ടീമല്ല, ഗോൾഡൻ പഞ്ചൊക്കെ അടിച്ച ടീമല്ലേ. അപ്പൊ ആ കപ്പാസിറ്റി ഉണ്ട്. എപ്പോഴും തെണ്ടുൽക്കർ 100 അടിക്കണമെന്നില്ല. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ കടൽ കുറച്ചങ്ങ് ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് സ്ക്രിപ്റ്റിന്റെ ഒരു
പോളിഷ് ചെയ്തതിൻ്റെ കുറവാണ്. അത് അടുത്തതിന് നമുക്ക് കയറ്റാമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ വെറുതെ അങ്ങോട്ട് ഗംഭീര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അതിൻ്റെ മാക്സിമം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനായിരുന്നെങ്കിൽ ആ അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും പോലും നമുക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥ ഭയങ്കര പ്രതീക്ഷയാണ്. അത് മാത്രമാണ് കേട്ടോ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ നന്നായിട്ട് തന്നെ അത് ചെയ്ത് തീർത്ത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കോട്ട. നൈസ് കോൺസെപ്റ്റ് ആയിരുന്നു, പക്ഷേ ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. കോൺസെപ്റ്റ് ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ഇന്നത്തെ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കോൺസെപ്റ്റായിരുന്നു. കാരണം തട്ടിപ്പും വെട്ടിപ്പും, പ്രത്യേകിച്ച് ഈ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡിൻ്റെ ഈ കൺട്രോളിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന യൂട്യൂബ് വഴിയാണ്. അതിൽ എത്രത്തോളം ആൾക്കാർക്ക് അതിൽ ജ്ഞാനമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മളെ മാനിഫെസ്റ്റേഷനാണ്. 10 പൈസ വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പണിയെടുക്കാണ്ട് പറ്റൂല. അപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഇൻട്രോ ഗംഭീരമായിരുന്നു. പക്ഷേ ഈ കോൺസെപ്റ്റ് ഇനിയും കുറേ കൂടെ ഗംഭീരമാക്കാൻ പറ്റുന്ന മേഖലകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഐറ്റം വേറെ ആകുമ്പോഴത്തേനും എപ്പോഴും ചിരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ചിന്തിപ്പിക്കേണ്ടിയും വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത എഫേർട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ചിന്തിച്ചു, പക്ഷെ ചിരിച്ചില്ല എന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടറിയണം. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു നസീർക്ക. നിങ്ങളിൽ നിന്ന് കിട്ടാവുന്ന ഒന്നും നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പം അതുപോലെ നിങ്ങളിങ്ങനെ നിൽക്കുന്നവരാണ്, ഒരിക്കലും ഇങ്ങനെ ആകാതെ ഇരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായി. അപ്പം അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക, അടിപൊളിയാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം എമൗണ്ട് വരുന്നത്? ഞാനൊരു 8,000 രൂപ നൽകുകയാണ്. 8,000 രൂപ. ടിനിച്ചേട്ടാ? ഞാനൊരു 10,000 രൂപ. 18,000 രൂപ നസീർക്ക് അയച്ചോളൂ. ബാക്കിയുള്ളതാണ് ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. നമ്മുടെ ഒരു പവർ സാധനമല്ല, കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം നമ്മുടെ ആയിട്ടില്ല, ഉഷാറായിട്ട് വർക്ക് ചെയ്ത് അടുത്ത സ്കിറ്റിൽ ഉഗ്രനായിട്ടൊരു തിരിച്ചൊരു സിൽവർ, ഒരു ഗോൾഡ് ഒക്കെ ആയിട്ട് രാജ്കുമാർ നമ്മൾ വന്നിരിക്കും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.